ഗൾഫ് ചന്ദ്രികയിൽ ഇന്ന് പാട്ടിന്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത് ടീം മെഹഫിൽ മസ്കറ്റാണ്. മാപ്പിളപ്പാട്ട് മാത്രമല്ല, എല്ലാ പാട്ടുകളെയും ആസ്വാദകരിലേക്ക് ഒന്നുകൂടി ആഴത്തിലെത്തിക്കാൻ ഈ മുട്ടിപ്പാട്ടുകാർക്ക് സാധിക്കാറുണ്ട് അല്ലേ? പല പ്രോഗ്രാമിന് പോകുമ്പോഴും നമ്മൾ അത് കാണാറുള്ളതുമാണ്. മുട്ടിപ്പാട്ടിന്റെ വിശേഷങ്ങൾ കേട്ടാലോ? ഹലോ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു ടീം ഇവിടെ തുടങ്ങുന്നത്? ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി. അപ്പോൾ ഒരുപാട് കുട്ടികളിങ്ങനെ ഈ പ്രോഗ്രാമായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും തോന്നി ഇവിടെ മസ്കത്തിലൊരു ടീമിനെ ഒന്ന് രൂപീകരിച്ചാലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹിതന്മാരോട് സംസാരിച്ചു. അപ്പോൾ അവർ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് പറ്റിയ നല്ല നല്ല കുട്ടികളെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അവരൊക്കെ എനിക്ക് കിട്ടി. ഏകദേശം ഒരു വർഷത്തോളം ആവുന്നുള്ളൂ നമ്മുടെ മെഹഫിൽ മസ്കത്തിലെ അംഗമാകാൻ സാധിച്ചത്. വലിയൊരു മാറ്റമാണ്. നമ്മളെ പാട്ടിന്റെ രംഗത്തും ഒരുപാട് ആളുകളൊക്കെ അറിയുന്ന ഒരു വേദിയിലേക്കാണ് എത്തിപ്പെട്ടത്. അതിന് ശരിക്കും ഇങ്ങനെ ഒരു അവസരം തന്നത് നമ്മുടെ റൂവിയുള്ള കുറച്ച് ടീംസാണ്. അതിൽ ഹലാഫോൺ ഇസ്മായിൽക്കാണ് അതിൻ്റെ നെടുന്തൂണ്. മസ്കത്തിലെ ഒരുപാട് വലിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. നമ്മൾ വലിയ ക്രൗഡൊക്കെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. നമ്മളെ ജോലി സ്ട്രെസ്സും അതിനും എൻ്റെയൊക്കെ ഒന്ന് മറക്കാനും അതിൽ നിന്ന് റിലീഫാകാനും പിന്നെ കലയെ അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതിലുപരി അതൊക്കെയാണ് ഇതിലിങ്ങനെ ഇരിക്കാനുള്ള കാരണം. ഇതുവരെയുള്ള ആൾക്കാർക്കുള്ള സപ്പോർട്ടും എല്ലാവരും. നമ്മൾ നാട്ടിലൊക്കെ ഇതേപോലെ പരിപാടി കുറേ നടത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ ഇപ്പോൾ സ്കൂൾ സമയത്താണെങ്കിലും കോളേജ് ടൈമിലാണെങ്കിലും നമ്മൾ പിള്ളേരെ കൂടിയിട്ട് ഒരുമിച്ചിട്ട് നമ്മളെ നാട്ടിലെ പരിപാടി നടത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു പരിപാടി ഇവിടെ ആഗ്രഹിച്ചത് എല്ലാവരും ആഗ്രഹിച്ചതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ടീമിനെ കിട്ടിയത് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇവിടെ എന്താ പറയുക, എല്ലാവരും പ്രൊഫഷണൽ സിംഗേഴ്സാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എല്ലാവർക്കും പാട്ടിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അങ്ങനെ ഇവിടെ ആ ഒരു ടീമാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ലഹരി. കാരണം നമ്മൾ മറ്റ് ലഹരീൻ്റെ പുറകെ പോകുന്നതിന് പകരം ഇങ്ങനത്തെ കലാപരമായിട്ടുള്ള ലഹരികളുണ്ട് എന്നുള്ളത് നമ്മളെ നാട്ടിലെ കുട്ടികളും മനസ്സിലാക്കണം, നമ്മളെ പോലത്തെ പിള്ളേരും മനസ്സിലാക്കണം. ഇതൊരു മുട്ടിപ്പാട്ട് ടീം എന്നതിലുപരി ഞങ്ങൾ എല്ലാവരും പല ജില്ലക്കാരാണ്. കോഴിക്കോട് ജില്ലക്കാരുണ്ട്, വയനാട് ജില്ലക്കാരുണ്ട്, കണ്ണൂർ ജില്ലക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ പ്രവാസലോകത്ത് വന്നിട്ട് ആക്ച്വലി ഇങ്ങനെ ഒരു വേദി കിട്ടുകയെന്ന് പറയുമ്പോൾ എല്ലാവരും കാണാനും, അതേപോലെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും എല്ലാ തേഴ്സ്ഡേയും ഒരു റിഹേഴ്സൽ പോലെ ഇരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വളരെ റിലീഫാണ് ശരിക്കും കിട്ടുന്നത്. അത് മാത്രമല്ല ഈ പാട്ടും അവിടെ മെഹഫിൽ എന്നുള്ള പേര് പുറമൊക്കെ പോകുമ്പോൾ എല്ലാവരും അറിയപ്പെടുന്നുണ്ട് മെഹഫിലിൻ്റെ ആളെല്ലാം ചോദിച്ചിട്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ആക്ച്വലി. ഇവിടെ വന്നപാട് എനിക്ക് പ്രോഗ്രാംസ് ഒന്നും കിട്ടായിരുന്നില്ല. ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട് ഒരു പ്രോഗ്രാം കിട്ടിയത് നന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറെ ഫ്രണ്ട്സായിട്ട് ചെറിയൊരു ട്രൂപ്പ് തുടങ്ങി. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു ടീമിനെ പരിചയപ്പെട്ട് അങ്ങനെ ഇതിലേക്ക് കയറി. വളരെ സന്തോഷമുണ്ട്. ഈ മുട്ടിപ്പാട്ടിൽ വരാൻ കാരണം നമ്മുടെ റിഷാദ് ഭായി ഒരു ദിവസം ഇങ്ങനെ വിളിച്ചാണ്. ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പരിപാടിക്ക് പോകാറുണ്ട്. ഒരു ദിവസം മുട്ടിപ്പാട്ടിൻ്റെ പ്രോഗ്രാം ഇങ്ങനെ വിളിച്ചു. അപ്പോൾ വളരെയധികം സന്തോഷം ഇങ്ങനൊരു കൂട്ടായ്മയിൽ ചേർന്ന് പാടാൻ പറ്റിയത്. മസ്കത്തിലൊരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. പിന്നെ അതങ്ങ് നീണ്ടുപോയി, പല ആളും പല സ്ഥലത്തേക്ക് മാറിപ്പോയി. ഒരു വർഷമായിട്ടാണ് പിന്നെ ഈ ഒരു ടീമായത്. നമ്മൾ ടാലൻ്റായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മളെ കൂടെ വന്നു. പിന്നെ നമ്മളത് ഒരു ഗ്രൂപ്പാക്കി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് പ്രോഗ്രാമുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് പോകുന്നു.
കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല നമ്മൾ കേൾക്കുന്നത്. മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് ഒരു യുവത വഴിമാറിപ്പോകുന്ന കാഴ്ച സോഷ്യൽ മീഡിയകളിലൂടെ പ്രവാസ ലോകത്തിരുന്ന് നമ്മളൊക്കെ ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. അവർക്കൊക്കെ മാതൃകയാവുകയാണ് ഈ ഒരു സംഘം അല്ലേ? ഇവരെ കണ്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പാട്ടും ലഹരിയാണ്, അല്ലെങ്കിൽ കലയും ലഹരിയാണ് എന്ന് ഒരു സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഈ കൂട്ടം.